റയൽ മാഡ്രിഡ് അൽ ഹിലാൽ മത്സരം എന്തായാലും സമനിലയിൽ അവസാനിച്ചു എന്നുള്ളതാണ് അല്ലേ. ചൂട് കാര്യമായിട്ട് റയൽ പ്ലേയേഴ്സിനെ ബാധിച്ചോ എന്നൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യെസ്, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള 11 മത്സരങ്ങൾ ജയിച്ചു നിന്ന ടീമാണ് ആര്? റയൽ മാഡ്രിഡ് എന്നുള്ളതാണ് കേട്ടോ. ആ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് ഉണ്ടല്ലോ, അതിനൊരു അവസാനം അൽ ഹിലാൽ വരുത്തി എന്നുള്ളതാണ്. തോറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി മാച്ചിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അൽ ഹിലാൽ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം. ചൂട് റയൽ മാഡ്രിഡിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്ലേയേഴ്സ് ടീമിലേക്ക് വന്നത് എല്ലാവരും തമ്മിലൊന്ന് സിങ്ക് ആവാനുള്ള പ്രശ്നങ്ങളെല്ലാം റയൽ മാഡ്രിഡിനെ ബാധിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളി കയ്യിൽ എടുക്കാനുള്ള എല്ലാ അവസരങ്ങളും റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. കാരണം ആ പെനാൽറ്റി ഒന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ആദ്യ ജയത്തോടെ സാബിക്ക് തുടങ്ങാമായിരുന്നു. പക്ഷേ എന്തായാലും പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബൂണോയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയണ്ട എന്നെനിക്ക് തോന്നുന്നു. അൽ ഹിലാലിൻ്റെ ഗോൾ കീപ്പർ 2022 വേൾഡ് കപ്പ് ഓർത്താൽ മതി, പലർക്കും ഓർമ്മയിൽ കാണും. സ്പെയിനിനെതിരെയും പോർച്ചുഗലിനെതിരെയൊക്കെ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്ത താരമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളിക്ക് പെനാൽറ്റി സേവ് ചെയ്യാന്ന് പറയുന്നത് ജുജുബി പരിപാടി മാത്രമാണ്. അപ്പോൾ എന്തായാലും അതൊരു കിഡിലൻ സീൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മത്സരം കണ്ടു കഴിഞ്ഞിട്ട് ആരായിരുന്നു അടിപൊളി, ഏത് ടീമായിരുന്നു അടിപൊളി എന്നാണ് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് കറോ.